ഇതെന്തോന്ന്? എന്റെ കറുത്ത പെണ്ണെ കരിങ്കുഴിയിലെ പത്താണിപ്പറമ്പിൽ വരികളുടെ അർത്ഥം മനസ്സിലായല്ലോ. എന്താ വട നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി ഹാർമോണി തമ്മിൽ നാണം കെടുത്തരുത്. വായി തോന്നിയ പാടിയ മതി. കൂടെ ഞാനും കൂടിക്കൊള്ളാം. ready 1 2 3 4 I got the house with my swagger, hop in that window, I got places to go. People to see, time is precious, I look at my Cartier out of control. Just like my mind where I'm going. ഹായ് ഓൾ, നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ബാന ഹിൽസിലെ ഫ്രഞ്ച് വില്ലേജിലേക്കാണ് കേട്ടോ. അത് ലോക പ്രശസ്തമാണ്. നമ്മളിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കേബിൾ കാർ വഴി വന്ന ബാന ഹിൽസിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ഓൾറെഡി കേബിൾ കാറ്, അതുപോലെ തന്നെ ബാന ഹിൽസിൻ്റെ ഗോൾഡൻ ബ്രിഡ്ജ്, ഇതൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്രഞ്ച് വില്ലേജിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഒരു ഫ്രഞ്ച് വില്ലേജ് ആണ് ബാന ഹിൽസിലെ ഫ്രഞ്ച് വില്ലേജ് പോലെ അവര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂറോപ്പിലെ പഴയ ഫ്രാൻസിൻ്റെ കാഴ്ചകളാണ് വിയറ്റ്നാമിൻ്റെ മലമുകളിൽ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ മലമുകളിലെ ഈ കാഴ്ചകൾ നമ്മളെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കും കേട്ടോ. അതൊരു കൈൻഡ് ഓഫ് ഒരു മാജിക് പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുക. ഈ ഗോപുരങ്ങളും ഹാരി പോട്ടർ ലെവലിലാണ് നമുക്കത് ഫീൽ ചെയ്യുക, ആ ഒരു വാക്കും കാര്യങ്ങളെല്ലാം. അപ്പോൾ 1900 ഫ്രാൻസിൻ്റെ ശൈലിയിൽ പണിയേൽപ്പിച്ച ഒരു യൂറോപ്യൻ മാതൃകയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ യൂറോപ്യൻ സ്റ്റൈല് കത്തീഡ്രൽ, പിന്നെ ഹോട്ടൽസ്, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് ഒരു യൂറോപ്യൻ സ്ക്വയറിലാണ്. അവിടെ എപ്പോഴും സ്ട്രീറ്റിൽ സംഗീതവും നൃത്തവും സ്ട്രീറ്റ് പെർഫോമൻസ് ഒക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ നമ്മൾ പോയപ്പോൾ എപ്പോഴും മഴയായിരുന്നു, അത് കാരണം അധികം പെർഫോമൻസസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. ആളുകൾ എപ്പോഴും ഈ റെസ്റ്റോറൻറ്റ്സിൽ കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് കോഫി ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആളുകൾക്ക് സ്റ്റേ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ സ്റ്റേ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഫ്രഞ്ച് വില്ലേജിൽ സ്റ്റേ ചെയ്ത ആ ഒരു ഫ്രഞ്ച് ടൈം എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഇത് മാത്രമല്ല, കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്ക്, അങ്ങനത്തെ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ടൗൺ സ്ക്വയറിൽ വന്നപ്പോഴുള്ള ഫസ്റ്റത്തെ എൻട്രൻസിലുള്ള കാഴ്ചകൾ കേട്ടോ. ഇത് ആൾക്കാർ അവിടുത്തെ തന്നെ എംപ്ലോയീസ് ആണ് കേട്ടോ സംഭവങ്ങൾ കൊണ്ടുപോകുന്നത്. ഒന്നുമില്ലേ? ആയിക്കോട്ടെ. അതിന്റെ സൗണ്ട് കേട്ടോ ആണിനെ പോലെ ഇല്ലേ? പട്ടി തലവഴിക്കാട് പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. വല്ലാരും ഇപ്പൊ കേട്ടോണ്ട് വന്ന് എന്താ വിചാരിക്കാം. ഇതവിടെ താമസിക്കുന്നവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള കഫേസ് ആണ് കേട്ടോ. കഫേസ് അതുപോലെ തന്നെ കുറേ സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് അവിടുത്തെ ഒരു സ്ട്രീറ്റാണ്. സ്ട്രീറ്റിൽ ഉള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. യൂറോപ്യൻസിന് ഇതൊരു പുതിയ കാഴ്ചയാണെന്ന് തോന്നുന്നില്ല, പക്ഷേ ഏഷ്യൻസിന് ഇതൊരു പുതിയ കാഴ്ചയായിരിക്കും മിക്കവാറും. പോകുന്ന എല്ലാ ഇന്ത്യൻസിനും ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടാൻ, അതുപോലെ തന്നെ കുറേ ഫോട്ടോജനിക്കായിട്ട് ഇൻസ്റ്റഗ്രാമബിളായിട്ടുള്ള ഒരു പ്ലേസാണത്. അവർക്ക് ഇന്ത്യക്കാർക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണ് കേട്ടോ. നമ്മളിപ്പോൾ ആ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. നമ്മൾ ശരിക്കൊരു ഡിസ്നി ലാൻഡ് നമ്മൾ നടക്കുന്ന പോലെയാണ് നമുക്കൊരു ഫീൽ ചെയ്യാം. അപ്പോൾ വീൽ ചെയർ ഫ്രണ്ട്ലി ആണ് കേട്ടോ സ്ഥലം. കാണുന്ന പോലെ ഞാൻ നോക്കൂല. നീർപ്പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. ഇത് ഒരു സ്ഥലത്ത് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് പെറ്റ് കിടക്കുകയാണ്. ഓട്ടോ ഓട്ടോ ഓട്ടോ. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. അത് കള്ളിഷാപ്പിലിരുന്ന് കുശുകുശു പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി. എടാ നമ്മള് കാണുകയും വേണം, കാണിക്കുകയും വേണം. What is that? That is what? Okay. Get up. ഇനി ഞങ്ങൾ വിളിക്കുമ്പോ ഇതേപോലെ വരണോ? എന്ത് എല്ലാ
പല വഴികളായിട്ട് തിരിഞ്ഞു പോവാണ് കേട്ടോ നമ്മൾ അടുത്ത ഒരു സ്ട്രീറ്റിലെത്തിയപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്തത് പോകുന്നത് ഒരു ടെമ്പിളിലേക്കാണെന്ന്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്സൊക്കെ കയറി അവസാനം എത്തുന്നത് ഒരു ചൈനീസ് ടെമ്പിളിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മളെവിടെ നോക്കിയാലും ഇവിടെ ഈ ഒരു മിസ്റ്റിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നമുക്കതൊരു ആ ഒരു ബാന ഹിൽസ് ഹെവൻ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ആ ഒരു ഹെവൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവരതൊരു കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റാണ് നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അവർ ആ ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടിൻ്റെ ഉള്ളിൽ ഫോഗേഴ്സ് വെച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ ഫോഗേഴ്സ് ആ ഒരു മിസ്റ്റിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ആ ഒരു മ്യൂസിയം കൂടി ആകുമ്പോൾ വി ഫീൽ ലൈക്ക് ഇറ്റ്സ് ഹെവൻ. അപ്പോൾ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും സീനിക് ആയിട്ടുള്ള ഫോട്ടോജനിക് ആയിട്ടുള്ള പ്ലേസസ് ആണ് കേട്ടോ നമുക്ക് ഇവിടെ മുഴുവൻ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് മലയുടെ മുകളിലേക്ക് എത്തുകയാണ് കേട്ടോ. അവിടെ മലയുടെ മുകളിൽ ഒരു ടെമ്പിളാണ്, ലൈക്ക് ഷാവലിംഗ് ടെമ്പിൾ പോലെ ഒരു ചൈനീസ് ബുദ്ധക്ഷേത്രമാണ് കേട്ടോ കാണുന്നത്. നമ്മളൊരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെയാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ. പക്ഷെ നമ്മൾ എവിടേക്കോ കണ്ടു പറഞ്ഞിട്ടുള്ള ഇതാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മൾ അത്രയും ഒരു പടി സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ, ഇവിടേക്ക് മാത്രമല്ല അമ്യൂസ്മെൻറ്റ് പാർക്ക് പല സ്ഥലത്തേക്ക് ഡിവൈറ്റ് ചെയ്ത് പോകാം. നമ്മൾ ചൂസ് ചെയ്തത് ടെമ്പിളാണെന്ന് മാത്രം. ഫുള്ള് മാർബിളാണ്, ഫുള്ള് ഈ സ്റ്റാച്യൂസ് എല്ലാം ഫുള്ള് മാർബിൾ. എനിക്ക് അവിടെ എത്തിയപ്പോൾ തൊട്ട് വല്ലാത്ത ഭക്തി മുതിരുന്നു കേട്ടോ. ഇത് ഇവിടുത്തെ എന്തോ ഒരു ബുദ്ധനാണിത്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. പ്രത്യേകിച്ചൊന്നുമില്ല, ഏതൊരു ബുദ്ധക്ഷേത്രം പോലെ തന്നെയുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അമ്പലത്തിൻ്റെ ഉത്ഭാവമാണിത്. എന്തോ ഭയങ്കര കളർഫുള്ളാണ്. ഇത് ഭയങ്കര വിറ്റടാ. ഇതെന്നാ അറിയോ? ഇതാണ് മെയിൻ ബുദ്ധൻ. ആണ് ബുദ്ധയാണ്. ഭയങ്കര അവിടെ കാണുന്ന അവിടെ ഒരു ഇതും ഇപ്പറ രണ്ട് മറ്റേ സംഭവങ്ങളും കണ്ടോ, രണ്ട് പകോടകൾ. ഇവനെന്തോന്നൊക്കെ കാണിക്കുന്നത്? ഇവനെ പിടിച്ച് വണ്ടിയിലെടുത്തടാ. ഇവന്റെ എന്തോ ഒരു കിളി പറഞ്ഞിട്ട് വണ്ടി അടുത്ത റിസോർട്ടിൽ ഇതിനെ പറ്റിയാ നോക്കാം. ഇവിടെ എപ്പോഴും അവരുടെ ആരാധന നടത്തുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒറിജിനൽ ഫ്രൂട്ട്സ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല, ആണെന്നാണ് തോന്നുന്നത്. അവരിപ്പോഴും ഇവിടെ ആരാധന നടത്തുന്നുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ അവർ മറ്റേ ചന്ദനത്തിരികളാണ് അവിടെ കത്തിച്ച് വയ്ക്കുക അവരുടെ ആരാധനയുടെ ഭാഗമായിട്ട്. അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഭയങ്കര ഇടുങ്ങിയ വഴിയൊക്കെ ഉള്ളിൽ. അബി ഓരോ പ്രതിമയെ കാണുമ്പോഴും തൊട്ട് തൊഴുന്നുണ്ട്. എന്താ ഇത് നാശം കാണിക്കുക. എന്റെ അമ്മാച്ചന്റെ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെ ആയിരുന്നു. കുറച്ചു നേരത്തേക്ക് ബോധം പോയി. പിന്നെ പുള്ളിയുടെ കാറ്റും പോയി. നമ്മളവിടെ നിന്ന് കണ്ടിറങ്ങി ഇതാണ് മിസ്റ്റിക് ഫോഗിൻ്റെ കുറച്ചുകൂടെ അടുത്തുള്ള ഒരു വ്യൂ കേട്ടോ. പിന്നീട് നമ്മൾ പോയതൊരു ടവറിലേക്കാണ് കേട്ടോ. ഒരു ബെൽ ടവറാണ്. സോ അവരൊരു ടൈം ആവുന്ന സമയത്ത് ആ ബെൽ ടവറിൽ ബെല്ല് അടിക്കും. ഈ കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഓൺ ഇവിടെ തന്നെയുള്ള മ്യൂസിക് തന്നെയാണ് കേട്ടോ. ആ ഒരു മ്യൂസിക്കും ആ ഒരു വ്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഇവരുണ്ടാക്കിയ ഫോഗാണ്, ഒറിജിനൽ ഫോഗാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എന്നാ ഒരു കോടയാ അത്. ഞാൻ ചവറെത്തിക്കോടാ. മഞ്ഞും പോയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ചുറ്റുള്ള നമുക്ക് കാണാൻ പറ്റില്ല. ഫോഗ്സ് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ വലിയൊരു ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് നോക്കുന്ന പോലെ ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പം മറ്റൊരു ടെമ്പിളാണ് കേട്ടോ അത്. നമ്മൾ ആ ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ ഒരു ബെല്ലുണ്ട്. ആ ബെല്ല് അവരുടെ ആരാധനയുടെ ഭാഗമായിട്ടോ സംതിങ് അവരെ സംഭവം ബെല്ല് ചെയ്യും. ഇപ്പം മണി അയ്യോ
ഭയങ്കര കോടയായി. ഒന്നടിച്ചേ എന്റെ അണ്ണാക്കിലോട്ട് കുത്തിക്കറ്റല്ല പറഞ്ഞത്. പുകയുണ്ടല്ലോ നിറച്ചിട്ടോളം ഒരു സാധനം പോലും ആൾക്കാർ കാണുന്നുണ്ട്. അവന്മാർക്ക് ചേഞ്ച് വേണോ അത്രേ. നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതിന് ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്ത കുറച്ച് വിഷ്വൽസ് ആണ് കേട്ടോ. ഇത് എന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരുന്നോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മൾ എത്തുന്നത് കുട്ടികൾക്ക് കളിക്കുന്ന പാർക്കിലേക്കാണ് കേട്ടോ. കൂടുതൽ മോളുകളിലൊക്കെ കാണുന്ന പ്ലേ ചെയ്യുന്ന ഏരിയ പോലെയാണ് കേട്ടോ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് നടന്ന് നമ്മൾ അവസാനം നമ്മൾ ആ ബ്രൂവറിയിലുള്ള എത്തിയിട്ടോ. ബ്രൂവറി ഫുള്ള് ഫില്ലായിരുന്നു. നടന്ന് തളർന്ന എല്ലാവരും ബീർ കഴിക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ ബ്രൂവറി. ബ്രൂവറിയിൽ ഇപ്പോഴും അവർ തനതായ സ്റ്റൈലിൽ തന്നെയാണ് ബീർ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്താണത്? ബാറ്ററി ചാർജ് കിട്ടാൻ വല്ലി അടിച്ച് പാമ്പായി ഇങ്ങനെ എഴയാൻ. ഒരു ബ്രൂവറി ബീർ ടേസ്റ്റിംഗ് സെൻ്റർ ആണ്, അല്ലാതെ മദ്യപാനശാലയല്ല ശരിക്കും. അപ്പോൾ അവർ ബ്രൂ ചെയ്ത ബീഴ്സ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും, പല പല ചെറിയ ഗ്ലാസ്സുകളിലാക്കിയിട്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴേക്കും ഏകദേശം ഈവനിങ് ആയി, ലൈറ്റ്സ് എല്ലാം ഓണായി. അവിടുത്തെ ചർച്ച് അതുപോലത്തെ ഷോപ്പുകളൊക്കെ അടച്ചു തുടങ്ങി കേട്ടോ. ആ ഒരു പാർക്കിൻ്റെ ഉള്ളിലത്തെ ഇതാണ് ഏകദേശം ഒരു വ്യൂ. ശരിക്കും കോട വന്ന് മൂടി ഫുള്ള് മിസ്റ്റായി കേട്ടോ. നമ്മളങ്ങനെ നടന്ന് തളർന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ അകലേന്ന് ഒറ്റയ്ക്കുള്ളൊരു സുന്ദരീനെ പരിചയപ്പെട്ടത്. പുള്ളിക്കാരത്തി റഷ്യന്നോ മറ്റോ ആണ്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ പുള്ളിക്കാരത്തിലൂടെ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ നീ അങ്ങനെ തനിച്ച് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാ. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ നമ്മുടെ യാത്രകൾ തീരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്ഥലമായ ലാൻഡൻ സിറ്റിയിലേക്ക് അവിടെ നിന്ന് പോയിട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സന്ധിക്കാൻ വരെ വണക്കം. Walk out the house with my swagger, hop in that window, I got places to go. People to see.